സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. പെരുന്നാൾ അവധിയായതിനാൽ സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതിനാലാണ് മോചനം വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിൽ നിന്ന് മോചനമാകും എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ അതിന് ഇനിയും വൈകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പെരുന്നാൾ തന്നെയാണെന്നാണ്. പെരുന്നാൾ അവധി ആയതുകൊണ്ട് സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കാത്തതാണ് മോചനം വൈകുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ നൽകും. എന്തായാലും സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയാണ് അബ്ദുൾ റഹീം. പക്ഷേ മോചിതനാകില്ല അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എക്സിറ്റ് ഉത്തരവ്, മോചനത്തിനുള്ള എക്സിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് എക്സിറ്റ് വിസ തേടി നാട്ടിലേക്ക് എത്താനുള്ള ശ്രമം. പക്ഷേ അത് ഉണ്ടാകുന്നില്ല, ആ മോചനം വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞായറാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. എന്തായാലും മോചനം വൈകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് MS അനീഷ് കുമാറുണ്ട്. അനീഷെ, എല്ലാ നടപടികളും പൂർത്തിയാക്കി മോചിതനാകുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ഇനിയും വൈകുമല്ലേ? ഹരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ അബുദാബിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം 3 ദിവസം മുമ്പാണ് തടവ് ശിക്ഷയുടെ കാലാവധി അവസാനിച്ചത്. അതിനുശേഷം ഏത് നിമിഷവും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സൗദിയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അത് ജയിലിൽ മാത്രമല്ല, മറ്റ് പല വകുപ്പുകളുടെയും ഒരു ഏകോപനം, അവയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വേണം ഈ ജയിലിൽ നിന്നുള്ള ഒരു വിടുതൽ രേഖകൾ കിട്ടാൻ. അങ്ങനെ ഒരു വിടുതൽ രേഖ കിട്ടാൻ വൈകുന്നതാണ് നടപടിക്രമങ്ങൾ വൈകുന്നത്. ജയിലിൽ നിന്നുള്ള രേഖകൾ കിട്ടിയിട്ട് വേണം എക്സിറ്റ് വിസ അടിച്ച് എമർജൻസി വിസ വഴി അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തിക്കാൻ. സാധാരണഗതിയിൽ സൗദിയിൽ ജയിൽ ശിക്ഷയും മറ്റും അനുഭവിച്ച ശേഷം രാജ്യത്തിന് പുറത്താക്കുന്ന ആളുകൾ രാജ്യത്ത് ഒരിടത്തും പോകാൻ ഉള്ള നിയമമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിലിൽ പ്രത്യേക ഡീപ്പോർട്ടേഷൻ സെൻ്ററിൽ, അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വിടാനുള്ള ആളുകളെ പ്രത്യേക കേന്ദ്രത്തിലാണ് പാർപ്പിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് എയർപോർട്ടിലേക്ക് എക്സിറ്റ് വിസ പ്രകാരം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം അങ്ങനെയുള്ള ഡീപ്പോർട്ട് സെൻ്ററിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിക്ഷാ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജയിലിൽ തുടരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്നലെ എങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ പ്രവൃത്തി ദിനവും കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ഈ അവധി കഴിഞ്ഞ് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റും മറ്റ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഈ അബ്ദുൾ റഹീം നിയമസഹായ വേദിയൊക്കെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ ഇറക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും 20 വർഷമാണ് സൗദിയിലെ ജയിലിൽ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ കഴിയേണ്ടി വരും എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ സൗദി ബാലൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ കോടതി വിധിച്ചത്. പിന്നീട് രാജ്യവ്യാപകമായി അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളും മറ്റു ആൾക്കാരും ഒക്കെ പണം നൽകിയാണ്, ഏതാണ്ട് 34 കോടി രൂപ മോചനദ്രവ്യം നൽകിയാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. അതിനുശേഷവും ഈ പൊതു നിയമപ്രകാരമുള്ള ശിക്ഷാ കാലാവധി ജയിലിൽ പൂർത്തിയാക്കണമെന്ന ഉത്തരവാണ് കോടതി നൽകിയത്. അതുകൊണ്ടാണ് പണം നൽകി 1 വർഷം കൂടി അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹത്തെ കാണാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം. അദ്ദേഹത്തെ കാണാനുള്ള കാത്തിരിപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നിൽക്കുന്നു. ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു. പെരുന്നാൾ അവധി ആയതുകൊണ്ട് ഇത് മോചിതനാകാനുള്ള സാധ്യത വൈകുമെന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.